നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നു, ഫുഡൊക്കെ കുറയ്ക്കുന്നു, എന്നിട്ടും വയറ് കുറയുന്നില്ല എങ്കിൽ വർക്കൗട്ട് തന്നെയാണ് അതിന് കാരണമെന്ന് ഞാൻ പറഞ്ഞാലോ? ഇപ്പോ രാവിലെ നിങ്ങൾ നടക്കാൻ പോകുന്നു, വൈകിട്ട് ജിമ്മിൽ പോകുന്നു, ചോറൊക്കെ കുറച്ചു, എന്നിട്ട് നിങ്ങൾ കണ്ണാടിയിൽ മുമ്പിൽ പോയി നിൽക്കുമ്പോൾ നിങ്ങൾ ആകെ ഡിസപ്പോയിന്റഡ് ആണ്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫാറ്റ് ലോസ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഫാറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വ്യായാമം കൊണ്ടല്ല, നമ്മുടെ ബ്രെയിൻ കൊണ്ടാണ്. വ്യായാമം എന്ന് പറയുന്നത് അല്ലെങ്കിൽ വർക്കൗട്ട് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് സ്ട്രെസ് ആണ്. അതുപോലെ ഉറക്കം കുറയുന്നതും സ്ട്രെസ്സാണ്, ഒരുപാട് വിശന്നിരിക്കുന്നതും സ്ട്രെസ്സാണ്. ഇപ്പൊ നിങ്ങൾ കോർട്ടിസോൾ എന്ന ഹോർമോണിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? കേരളത്തിലെ ലൈഫ് സ്റ്റൈലും ഈ ഹോർമോണും കൂടി ചേരുമ്പോൾ ഇത് ബോഡിയെ ഫാറ്റ് സേവ് ചെയ്ത് വെക്കണം എന്നുള്ള പാനിക് മോഡിലേക്കാണ് ബോഡിയെ മാറ്റുന്നത്. ഇപ്പൊ കേരളത്തിന്റെ ലൈഫ് സ്റ്റൈൽ തന്നെ വളരെ ഹൈ സ്ട്രെസ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ അതിന്റെ മുകളിൽ നിങ്ങൾ എക്സ്ട്രീം വർക്കൗട്ടോട് ചേർത്ത് കഴിഞ്ഞാൽ ബോഡി പെട്ടെന്ന് തളരും, ടയേർഡാവും. അപ്പൊ ചോറ് കുറയ്ക്കുന്നതോ കൂട്ടുന്നതോ ഒന്നുമല്ല പ്രശ്നം, ഫുഡിനോട് നമുക്കുള്ള പേടിയാണ് പ്രശ്നം. നിങ്ങൾ ഭക്ഷണം കുറച്ചിട്ട് പ്ലസ് കൂടുതൽ വർക്കൗട്ട് കൂടെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മെറ്റബോളിസം സ്ലോ ആവും, അങ്ങനെ ഫാറ്റ് സ്റ്റോർ ആവുകയാണ് ചെയ്യുന്നത്. നമ്മൾ നടക്കാൻ പോകുന്നത് നമ്മുടെ വാക്കിങ് നമ്മുടെ ഓവറോൾ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. മസിൽ നമുക്കുള്ളത് ഫാറ്റ് ലോസിന് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ്. മസിൽ ഗ്ലൂക്കോസിന് സ്പോഞ്ച് പോലെ അബ്സോർബ് ചെയ്യും. അപ്പൊ മസിൽ ഇല്ലെങ്കിൽ ഗ്ലൂക്കോസ് നേരെ ഫാറ്റ് ആയിട്ട് പോയി സ്റ്റോർ ചെയ്യും. അതുകൊണ്ടാണ് പലർക്കും കൈയും കാലും മെലിഞ്ഞ് നിന്നിട്ട് വലിയ വയറായിട്ട് മാത്രം അല്ലെങ്കിൽ കുടവയറായിട്ട് മാത്രം ഇരിക്കുന്നത്. അത് ജെനറ്റിക്സ് അല്ല, അത് പ്യുവർ ഫിസിയോളജിയാണ്. റിയൽ ഫാറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയെന്ന് പറയുമ്പോൾ ബോഡിക്ക് ഞാൻ സേഫ് ആണ്, എനിക്ക് ഇങ്ങനെ ഫാറ്റ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലാന്ന് തോന്നുമ്പോഴാണ്. അതിന് നമുക്ക് എക്സ്ട്രീം ആയിട്ടുള്ള വർക്കൗട്ട്സോ അല്ലെങ്കിൽ ബോഡി പണിഷ് ചെയ്യുന്ന രീതിയിലുള്ള വർക്കൗട്ട്സോ ഒന്നും വേണ്ട. വേണ്ടത് കൺസിസ്റ്റൻസിയാണ്. 7 മുതൽ 8 മണിക്കൂർ വരെ നല്ല ഉറക്കം വേണം. ആഴ്ചയിൽ 3 തൊട്ട് 4 ദിവസം വരെ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യാം. പിന്നെ ചെയ്യുന്നത് ഓരോ മീലിന്റെ കൂടെയും ആവശ്യത്തിന് പ്രോട്ടീൻ കഴിക്കുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, റെസ്റ്റ് ഡേയ്സ് നമുക്ക് ഗിൽറ്റ് ഇല്ലാതെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. അതായത് 2 ദിവസം നമ്മൾ റെസ്റ്റ് എടുത്തു, അയ്യോ ഞാൻ റെസ്റ്റ് എടുത്തു, എനിക്ക് ഞാൻ ഇത്ര നാൾ ചെയ്ത വർക്കൗട്ടിന്റെ ഗെയിൻ ഒക്കെ ഇപ്പൊ പോകും എന്നൊരു കുറ്റബോധം ഇല്ലാതെ തന്നെ. ഇപ്പൊ ഈ ഭാഗം കേട്ടപ്പോൾ പലർക്കും ഒരു റിലീഫ് ഫീൽ ഉണ്ടായിരിക്കും. നിങ്ങൾ ലേസി അല്ല, നിങ്ങൾ വീക്ക് അല്ല, നിങ്ങളുടെ ബോഡി ബ്രോക്കൺ ഡൗൺ ഒന്നും അല്ല, നിങ്ങൾ സിംപ്ലി എന്താണ് ഓവർ സ്ട്രെസ്ഡ് ആണ്. അപ്പോൾ ബോഡിയെ പണിഷ് ചെയ്യാനല്ല, ബോഡിയെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ മസിൽ ബിൽഡിങ്ങും ഫാറ്റ് ലോസും ഉപയോഗിക്കാനുള്ളത്. ഈ ട്രൂത്ത് നിങ്ങൾക്ക് മുമ്പേ അറിയാമെങ്കിൽ പല ഡയറ്റും പല വർക്കൗട്ടും ഈ ഫ്രസ്ട്രേഷൻ എല്ലാം ഒഴിവാക്കായിരുന്നു. അപ്പോൾ ചെയ്യാനുള്ളത് സ്മാർട്ടായിട്ട് എക്സസൈസ് ചെയ്യുക, റിക്കവർ ചെയ്യുക, എക്സസൈസിനൊപ്പം തന്നെ റെസ്പെക്ട് ചെയ്യുക. അപ്പോൾ ഫാറ്റ് ലോസ് തന്നെത്താനെ അത് ഫോളോ ചെയ്ത് വന്നോളും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ എഴുതുക. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.